Students, today we are going to discuss a new chapter, that is spectroscopy. ഇന്ന് നമ്മൾ പുതിയൊരു ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാണ്, സ്പെക്ട്രോസ്കോപ്പി എന്ന ചാപ്റ്റർ. സോ ഫസ്റ്റ് ഓഫ് ഓൾ, വാട്ട് ഈസ് സ്പെക്ട്രോസ്കോപ്പി? സ്പെക്ട്രോസ്കോപ്പി എന്നാൽ എന്താണ്? അതാണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്. Spectroscopy is a branch of science that deals the study of the interaction between electromagnetic radiation and matter. സ്പെക്ട്രോസ്കോപ്പി എന്ന് പറഞ്ഞാൽ സയൻസിലെ ഒരു ബ്രാഞ്ചാണ്. അത് ഡീൽ ചെയ്യുന്നത് ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷനും മാറ്ററും തമ്മിലുള്ള ഇൻട്രാക്ഷനെ കുറിച്ചുള്ള സ്റ്റഡിയാണ് അത് ഡീൽ ചെയ്യുന്നത്. മാറ്റർ എന്ന് പറഞ്ഞാൽ ആറ്റംസ് ആവാം, മോളിക്യൂൾസ് ആവാം, അയോൺസ് ആവാം. ഒരു മാറ്ററും ചുരുക്കി പറഞ്ഞാൽ ഒരു മാറ്ററും ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷനും തമ്മിൽ ഇൻട്രാക്ഷൻ ഉണ്ടാകുമ്പോൾ അവിടെ എന്തെല്ലാം ചേഞ്ചസ് ആണ് ഒബ്സർവ് ചെയ്യാൻ പറ്റുന്നത്, അതിനെക്കുറിച്ചുള്ള ഒരു സ്റ്റഡിയാണ് എന്ത് സ്പെക്ട്രോസ്കോപ്പി എന്ന് പറയുന്നത്. മോസ്റ്റ് കോമൺ ഫോം ഓഫ് സ്പെക്ട്രോസ്കോപ്പി എന്ന് പറഞ്ഞാൽ അബ്സോർപ്ഷൻ ഓർ എമിഷൻ ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ, അതിൻ്റെ ഒരു മെഷറാണ്. അതെപ്പോഴാണ് സംഭവിക്കുന്നത്? ആ മോളിക്യൂൾസിലെ ആറ്റംസിൽ ഒരു അയോൺസിൽ ദേ ആർ അണ്ടർഗോ ട്രാൻസിഷൻ ഫ്രം വൺ അലൗഡ് എനർജി ലെവൽ ടു അനദർ. ഒരു അലൗഡ് എനർജി ലെവലിൽ നിന്നും അനദർ ലെവലിലേക്ക് ട്രാൻസിഷൻ സംഭവിക്കുമ്പോൾ ഉണ്ടാകുന്ന അബ്സോർപ്ഷൻ ഓർ എമിഷൻ, അതാണ് കോമൺ ഫോം എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ. ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എ റേഡിയൻ്റ് എനർജി എമിറ്റഡ് ഫ്രം എനി സോഴ്സ് ഇൻ ദി ഫോം ഓഫ് ലൈറ്റ്, ഹീറ്റ് എക്സെട്ര. ലൈറ്റിൻ്റെ ഫോമിൽ അല്ലെങ്കിൽ ഹീറ്റിൻ്റെ ഫോമിൽ ഏതൊരു സോഴ്സിൽ നിന്നും എമിറ്റ് ചെയ്യുന്ന റേഡിയൻ്റ് എനർജിനെ എന്ത് പറയാം? ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ എന്ന് പറയും. അപ്പോൾ ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻസിന് കുറേ പ്രോപ്പർട്ടീസ് ഉണ്ട്. ഫസ്റ്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ദേ ഹാവ് ഡുവൽ ക്യാരക്ടർ. അത് ഡുവൽ ക്യാരക്ടർ കാണിക്കുന്നുണ്ട്. ദാറ്റ് ഈസ് പാർട്ടിക്കിൾ ക്യാരക്ടർ ആസ് വെൽ ആസ് വേവ് ക്യാരക്ടർ. അതിന് പാർട്ടിക്കിൾ ക്യാരക്ടറുണ്ട്, അതേപോലെ തന്നെ വേവ് ക്യാരക്ടറുണ്ട്. ഒരു എക്സാമ്പിളിന് പറഞ്ഞാൽ എ ബീം ഓഫ് ലൈറ്റ് ഈസ് എ സ്ട്രീം ഓഫ് പാർട്ടിക്കിൾസ് കോൾഡ് ഫോട്ടോൺസ് മൂവിങ് ത്രൂ ദി സ്പേസ് ഇൻ ദി ഫോം ഓഫ് വേവ്സ്. അതായത് ഒരു ലൈറ്റ് ബീം എടുക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് എ സ്ട്രീം ഓഫ് പാർട്ടിക്കിൾസ് കോൾഡ് ഫോട്ടോൺസ്. ഫോട്ടോൺസ് എന്ന പാർട്ടിക്കിൾസിൻ്റെ ഒരു സ്ട്രീമാണ്. ദാറ്റ് ഈസ് മൂവിങ് ത്രൂ ദി സ്പേസ് ഇൻ ദി ഫോം ഓഫ് വേവ്സ്. അപ്പോൾ വേവിൻ്റെ ഫോമിലാണ് അത് സ്പേസിലൂടെ മൂവ് ചെയ്യുന്നത്. അപ്പോൾ രണ്ട് ക്യാരക്ടറും അത് കാണിക്കുന്നുണ്ട്. സെക്കൻഡ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ദിസ് വേവ്സ് ആർ അസോസിയേറ്റഡ് വിത്ത് ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്സ് oscillating perpendicular to each other and also perpendicular to the direction of propagation. അതായത് ഒരു ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും ഉണ്ട്. അത് ഓസിലേറ്റ് ചെയ്യുന്നത് പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ, അത് രണ്ടും പെർപെൻഡിക്കുലർ ആയിട്ടാണ്. അതേപോലെ വേവിൻ്റെ പ്രൊപ്പഗേഷൻ ഒരു ഡയറക്ഷൻ ഉണ്ട്, അതിനും പെർപെൻഡിക്കുലർ ആണ്. തേർഡ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഓൾ ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻസ് ട്രാവൽ വിത്ത് ദി വെലോസിറ്റി ഓഫ് ലൈറ്റ്. ഫോർത്ത് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഫ്രീക്വൻസി, വെലോസിറ്റി ആൻഡ് വേവ് ലെങ്ത്, ഇവ തമ്മിലുള്ള റിലേഷനാണ് പറയുന്നത്. ദാറ്റ് ഈസ് ന്യൂ ഇസ് ഈക്വൽ ടു സി ബൈ ലാംഡ. ന്യൂ ഫ്രീക്വൻസി, സി വെലോസിറ്റി, ലാംഡ വേവ് ലെങ്ത്. ഇക്വേഷൻ ഒന്ന് മാറ്റി എഴുതാം. ന്യൂ ഇസ് ഈക്വൽ ടു സി ന്യൂ ബാർ. ന്യൂ ബാർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഈക്വൽ ടു 1 ബൈ ലാംഡ. ദിസ് ഇസ് ദ റിലേഷൻ. ഫിഫ്ത്ത് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് എനർജി ഓഫ് റേഡിയേഷനും പിന്നെ ഫ്രീക്വൻസി, വേവ് ലെങ്ത്, വേവ് നമ്പർ, ഇവ തമ്മിലുള്ള റിലേഷൻ കാണിക്കുന്ന ഇക്വേഷൻസ്. ഫസ്റ്റ് വൺ ഇ ഇസ് ഈക്വൽ ടു എച്ച് ന്യൂ. ന്യൂ എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസി. അത് നമുക്ക് എങ്ങനെ എഴുതാം? ഇ ഇസ് ഈക്വൽ ടു എച്ച് സി ബൈ ലാംഡ. അതായത് ന്യൂ ഇസ് ഈക്വൽ ടു സി ബൈ ലാംഡ ആണ്, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതാണ്. 1 ബൈ ലാംഡ എന്ന് പറഞ്ഞാൽ ന്യൂ ബാർ ആണ്, നമുക്കറിയാം വേവ് നമ്പർ. So we can write E is equal to hc nu bar. അപ്പോൾ 3 ഇക്വേഷൻസ് ആണ്, എച്ച് ന്യൂ, എച്ച് സി ബൈ ലാംഡ, എച്ച് സി ന്യൂ ബാർ.
എച്ച് എന്ന് പറഞ്ഞാൽ പ്ലാങ്ക്സ് കോൺസ്റ്റൻ്റ് ആണ്, 6.626 ഇൻറ്റു 10⁻⁻34 ജൂൾ സെക്കൻഡ്. സി എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ഓഫ് ലൈറ്റ് 3 ഇൻറ്റു 10⁸ മീറ്റർ പെർ സെക്കൻഡ്. ഇലക്ട്രോ മാഗ്നറ്റിക് വേവിൻ്റെ ഒരു സ്കീമാറ്റിക് റെപ്രസെൻറ്റേഷനാണിത്. ബ്ലൂ കളറിൽ ഉള്ളത് മാഗ്നറ്റിക് ഫീൽഡ്, ലൈറ്റ് ഓറഞ്ച് ഇലക്ട്രിക് ഫീൽഡ്. അത് രണ്ടും പെർപെൻഡിക്കുലർ ഡയറക്ഷനിലാണ്. പിന്നെ പ്രൊപ്പഗേഷൻ ഡയറക്ഷൻ എന്ന് പറഞ്ഞിട്ട് ആരോ കൊടുത്ത് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതാണ് പറഞ്ഞത്, ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും പെർപെൻഡിക്കുലർ ആണ്, അതേപോലെ പ്രൊപ്പഗേഷൻ ഡയറക്ഷനും പെർപെൻഡിക്കുലർ ആണെന്ന് പറയുന്നത്. ഈ വെക്റ്റർ അഡീഷൻ ഇല്ലേ, അത് വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. So these are the properties of electromagnetic radiations.